സമീർ സി മുഹമ്മദ് കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, കോഴിക്കോട് പുതുതായി രണ്ടിടങ്ങളിലാണ് വിള്ളൽ കണ്ടത്. ഈ തിരുവങ്ങൂർ മേൽപ്പാലത്തിലുള്ള വിള്ളലൊക്കെ താൽക്കാലികമായി അടച്ചുപോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും അവിടെ ആശങ്ക ബാക്കിയാണ്. ഇനി മഴക്കാലം വരുമ്പോൾ വീണ്ടും ഒരു വിള്ളൽ രൂപപ്പെടുമോ എന്നുള്ള ആശങ്കയൊക്കെ നാട്ടുകാർക്കുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത് സമീർ? റിജിത്ത് സൂചിപ്പിച്ചതുപോലെയാണ് തിരുവങ്ങൂരിൽ 400 മീറ്ററോളം ദൂരത്തിലായിരുന്നു അവിടെ വലിയ രീതിയിൽ വിള്ളൽ വീണിരുന്നത്. അത് താൽക്കാലികമായി അടച്ചു. പക്ഷേ ആ അടച്ച ഇടങ്ങളിൽ വീണ്ടും വിള്ളൽ വീഴുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഡ്രൈനേജ് സംവിധാനം ഉണ്ടാവാത്തതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഇടയാക്കുന്നത് എന്നും നാട്ടുകാർ പറയുന്നു. ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രദേശവാസികൾ ദേശീയപാത അതോറിറ്റിയുടെ കോഴിക്കോട് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നിവേദനം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അന്നൊന്നും അധികൃതർ കാര്യമായ വിധത്തിൽ ഈ വിഷയത്തെ കണ്ടില്ല. പക്ഷേ ഇപ്പോൾ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ആ വിള്ളൽ താൽക്കാലികമായി അല്പം ടാർ ചെയ്തിട്ട് അതങ്ങനെ അടച്ചിട്ടുണ്ട്. പക്ഷേ അവിടങ്ങളിലേക്ക് വീണ്ടും വെള്ളം ഇറങ്ങുന്നുണ്ട്. മഴ ശക്തി പ്രാപിച്ചാൽ കൂടുതൽ വെള്ളം ഇറങ്ങാനും ആ വിള്ളൽ കൂടുതൽ വലുതാവാനുമുള്ള സാധ്യത നിലനിൽക്കുന്നു. അത്തരം ആശങ്കയാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത്. മറ്റൊന്ന് ഉള്ളത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്താണ്, അതായത് അമ്പലപ്പടി ചെറുകുളം ഭാഗത്താണ്. ഇവിടെയാണ് ഈ അടിപ്പാതയുള്ളത്. ഈ അടിപ്പാതയുടെ മുകൾ ഭാഗത്താണ് വെള്ളം ചോർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ആ വിള്ളലാണ് വെള്ളം ഇങ്ങനെ താഴേക്ക് ഒറ്റി വീഴുന്നതിനും അതുപോലെ തന്നെ അവിടെ താഴ്ഭാഗത്തേക്ക് ഒലിച്ചിറങ്ങുന്നതിനും ഇടയാക്കുന്നത്. അതിൻ്റെ ആ വിടവൊക്കെ നേരത്തെ തന്നെ സിമെൻറ്റും ഒക്കെ ഉപയോഗിച്ച് അവർ അടച്ചിരുന്നതാണ്. പക്ഷേ മഴ ശക്തി പ്രാപിക്കുമ്പോൾ ആ വിള്ളൽ വീണ്ടും വലുതാകുന്നു. അതിലൂടെ വെള്ളം താഴേക്ക് ഇറങ്ങുന്നുമുണ്ട്. അത്തരം ഒരു ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. ഇന്നലെ രാത്രി ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ രാവിലെ മുതൽ വാഹനങ്ങളൊക്കെ തന്നെ കടന്നു പോകുന്നുണ്ട്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളും ഒപ്പം തന്നെ കാൽനട യാത്രക്കാരും ഒക്കെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത്. നമുക്കിപ്പം നാട്ടുകാരൻ കൂടിയിട്ടുള്ള രാജൻ കൂടി ചേരുകയാണ്. ഈ വിഷയമൊക്കെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പം നമുക്ക് വളരെയധികം ആശങ്ക ഉളവായി. കാരണം ഈ ഹൈവേൻ്റെ വർക്ക് കഴിയുമ്പോഴേക്കും തന്നെ ഇങ്ങനെ വരുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പം മഴ പെയ്തപ്പം ഈ ഇന്നലെ മുതൽ ഉയർന്നൊലിക്കാൻ തുടങ്ങി. കാരണം ഞങ്ങൾ ഒരുപാട് ഹൈവേ വന്ന് ടൗണിൽ നിന്ന് വരുന്ന ആൾക്കാരായിക്കോട്ടും ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്കും ഈ എൻട്രൻസ് എന്ന് പറയുന്നത് ഹൈവേ വന്ന് നേരിട്ടുള്ള ഒരു അണ്ടർപാസ്സാണ്. ഈ അണ്ടർപാസ് വഴിയാണ് ഞങ്ങളെല്ലാവരും പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല, വളർന്നു വരുന്ന ഒരു ടൂറിസം പ്രദേശത്തേക്കുള്ള യാത്ര കൂടെയാണ് ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ ധാരാളം പേര് പോകേണ്ടതാണ്. അപ്പോൾ അതിന് എത്രയും പേർ ഇതിന് പെട്ടെന്ന് തന്നെയുള്ള അധികൃതരുടെ ശ്രദ്ധ ഇതിലേക്ക് ഊന്നണമെന്ന് ആഗ്രഹിക്കുന്നു.